ഡൽഹിയിലാണോ ഇപ്പോൾ ഉള്ളത്? അതെ അതെ, ഞാൻ ഡൽഹിയിലുണ്ട്. എന്തെങ്കിലും പാർട്ടി പരിപാടിയായിട്ട് വന്നതാണോ? കാരണം ഇപ്പോൾ ഡൽഹിയിലേക്ക് നേതാക്കൾ എത്തുമ്പോൾ ഭയങ്കരമായ അനുമാനങ്ങളിലേക്കൊക്കെ എത്തുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ കാണാൻ, ഹൈക്കമാൻഡുമായി ചർച്ച എന്നുള്ളതൊക്കെയാണ്. ചാണ്ടിയുമന്റെ ഡൽഹി സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്താണ്? അടുത്ത 10 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം. ഞാൻ ഇതിനു മുമ്പ് റഷ്യയിൽ പോയിരുന്നു. റഷ്യയിലായിരുന്നു, അവിടുത്തെ പാർലമെന്റിൽ പ്രസംഗിക്കാൻ പോയതാണ്. അതേപോലെ ഇപ്പം തിരിച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പഠിച്ച സ്ഥലമാണ്. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായ ചിലരെ കാണേണ്ടതുണ്ട്. അപ്പം അതും രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറയുക. ശരി, ചാണ്ടിമൻ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞാലോ? ഇനിയിപ്പോൾ വിധി വരാൻ 7 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ഈ നിമിഷത്തിലെ ഒരു ആത്മവിശ്വാസം എത്രത്തോളമാണ്? ഇപ്പോഴും സീറ്റുകളുടെ എണ്ണത്തിൽ 100-ലധികം എന്നിപ്പോൾ പറയുന്നുണ്ടോ? ഇന്നും കട്ടായി പോവാ, എന്തോ കണക്ഷൻ മാറി പോകുന്നുണ്ട്. 100-ലധികം സീറ്റ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ വോട്ടെണ്ണാൻ. 100%. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് അദ്ദേഹത്തിന്റെയാണ്, പാർട്ടിയുടെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ്. ജനങ്ങൾ ഒരു അനുകൂലമായി UDF അനുകൂലമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് 2021 ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇപ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുക UDF മുഖ്യമന്ത്രിയായിരിക്കും. പക്ഷെ ആരാണ് ഈ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലാണല്ലോ ഇപ്പോൾ തർക്കം നടക്കുന്നത്. ചാണ്ടിയുമാൻ, എന്താണ് ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു തർക്കവുമില്ല, ഈ പാർട്ടിയിൽ തർക്കമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു തർക്കവുമില്ല. പാർട്ടിയുടെ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ച് ചർച്ചയില്ല. പാർട്ടിയുടെ നേതൃത്വം, രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന നേതൃത്വം അവർ സമയമാകുമ്പോൾ തീരുമാനിച്ചോളും. യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. പക്ഷേ ചില നേതാക്കൾ അവരുടെ അണികളെ കൊണ്ട് ഡോക്യുമെന്ററി ഇറക്കുന്നു, വീഡിയോസ് ഇറക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാക്കട്ടെ സ്വയം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി എന്നിങ്ങനെ ജനങ്ങളോട് പറയാം. അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി എന്നുള്ളത് ജനം കണ്ടിട്ടുള്ളതാണല്ലോ. എത്ര വർഷമായി അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ള നേതാവാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ആളുകളെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്ന എന്തിനാണ്? അല്ല, അതിനകത്ത് ഇപ്പം പ്രത്യേകത ഒന്നുമില്ലല്ലോ. ഓരോരുത്തരും അവരുടെ ഇഷ്ടമുള്ള നേതാക്കളെ അവർ പറയും. അതിപ്പം എല്ലാവരെ പറ്റി പറയുന്നുണ്ട്. സീനിയറായിട്ടുള്ള ജൂനിയറായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെ പറ്റി നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല. അതിനകത്ത് എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ തർക്കം ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? അല്ല, എന്റെ കാഴ്ചപ്പാടിൽ ഒരു തർക്കമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പാർട്ടി നേതൃത്വം കറക്റ്റ് സമയമാകുമ്പോൾ, ലീഡർഷിപ്പ് ഗവൺമെന്റ് അധികാരം വെക്കേണ്ട സമയമാകുമ്പോൾ കൃത്യമായ തീരുമാനമെടുത്ത് ലീഡറിനെ തീരുമാനിക്കും. ബാക്കി ഓരോരുത്തർക്കും സ്വന്തം നേതാക്കളെ കുറിച്ച് പറയാൻ ഒരു സ്വാതന്ത്ര്യമില്ല.